സോ ഹേ ഗൈസ്, നമ്മൾ അനാർക്കിയുടെ ലൈവ് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം അത് പറ്റണില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും ഇനി അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഇതൊരു പറ്റിയ നിമിഷമാണ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നമ്മൾ നിൽക്കുന്ന സീറോയിലാണ്. നമ്മൾ ബേസ് കണ്ടു, ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് കിടക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ വേറൊരു കഥയുണ്ട്, അത് ഞാൻ നാളത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറയേണ്ടത്. എന്തായാലും അത് വിട്, അനാർക്കിയാണല്ലോ, പല സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നമ്മുടെ അടുത്ത് ഇത് കാര്യങ്ങളൊന്നും ഇല്ല, അതായത് ആർമർ കാര്യങ്ങളൊന്നും ഇല്ല. സോ നമുക്കിന്ന് മെയിൻലി നെതറൈറ്റ് ആർമർ ആക്കണം. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടേ. കാരണം ആർമറില്ലാത്ത എന്നെ വിളിച്ചെഴുതി കൊന്നിട്ട് മാസ് കാണിക്കാൻ കുറവന്മാരുണ്ട്. അതും കിട്ടുള്ള ആർമറൊക്കെ വെച്ച് ആർമറില്ലാത്ത എന്നെ വന്ന് കൊല്ലും. അതിപ്പം ആർക്കും പറ്റില്ലോ. എന്നിട്ട് അവർ മാസ് കാണിക്കും ഞാൻ സീനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ കുറച്ചന്മാരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിളിച്ച് ഫസ്റ്റ് നമുക്ക് ആർമർ സെറ്റാക്കാം. പിന്നെ ഏതായാലും നമ്മുടെ ബേസ് കാര്യങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ കോർഡിനൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചേ. വേണമെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടോളൂ. അടിപൊളിയാണ്, കുഴപ്പമില്ല. ഇപ്പോൾ കാണാൻ കുറച്ചുകൂടെ അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ചെറിയൊരു ചെസ്റ്റ് ഏരിയ ആണ്. വലിയ ബാക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ ചെസ്റ്റ് ഏരിയ. നമ്മൾ ജസ്റ്റ് നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി മാത്രം. ചെസ്റ്റിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു ഭംഗിക്ക് വെച്ചാണ്. നമുക്ക് നമ്മുടെ ആർമർ സെറ്റാക്കാൻ വലിയ പണിയില്ലെന്ന് തോന്നുന്നു. ഭയങ്കര ഈസിയാണ്, കാരണം എക്സ്റേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം അലോഡ് ആയതുകൊണ്ട്. മെയിൻലി ഇത്രയും ചെസ്റ്റ് തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് 2 ഡയമണ്ട്, ഒരു പിക്കാക്സ്, അതുപോലെ കുറച്ച് മറ്റേ ഡയമണ്ട് 1-2 സാധനങ്ങൾ. സോ അപ്പം ഇതും വെച്ചിട്ടാണ് നമ്മൾ തുടക്കം. സോ നമുക്ക് മൈൻ ചെയ്യാം. സോ എക്സ്ട്രാ ഓണാക്കിയപ്പോൾ കണ്ടു കുറേ ഡയമണ്ട്സ് ഉണ്ട് ചുറ്റി കാര്യങ്ങളൊക്കെ നമുക്ക്. സോ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കാം. എനിക്കിത് കാണിക്കണം തോന്നുന്നില്ല, ബിക്കോസ് എക്സ്ട്രാ ആണല്ലോ. അപ്പോൾ എന്തായാലും അറിയാലോ കുറച്ച് ഡയമണ്ട് കിട്ടുമെന്ന്. എന്തായാലും നമുക്ക് മൈൻ ചെയ്തിട്ട് വരാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടീമി ചെസ്റ്റിലെങ്കിലും എന്തെങ്കിലും ഉണ്ടാവും നോക്കാൻ വേണ്ടി നോക്കി. ബട്ട് അതിലൊന്നുമില്ല, കുറച്ച് ബക്കറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ബക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് ആവശ്യമുണ്ടോ ബക്കറ്റിനെ കൊണ്ടൊക്കെ നമുക്ക്. സോ നമുക്ക് അതും എടുത്തിട്ട് ബാക്കി മൈൻ ചെയ്യാം. സോ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനോടിൽ നമുക്ക് കുറച്ച് ഡയമണ്ട് ഇട്ടിട്ടുണ്ട്. അവർ 1.5 സ്റ്റാക്കൊക്കെ ഉള്ളൂ, പക്ഷെ നമുക്ക് ഇപ്പം അത്യാവശ്യത്തേക്ക് അത് മതി. അങ്ങനെ നമ്മുടെ ഡയമണ്ട് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് ലാവ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം ഒബ്സിഡിയൻ കിട്ടിയിട്ട് നമുക്ക് നെതറിൽ പോകാൻ. എന്നാലല്ലേ നമുക്ക് മറ്റേ നെതറേറ്റ് കിട്ടത്തുള്ളൂ. ഓ, ലാവ കണ്ടെത്തിയിട്ടുണ്ട്. പോയി ലാവയിൽ നിന്ന് ഒരു 10 മതിയായിരിക്കില്ലേ ഒബ്സിഡിയൻ. എന്തായാലും നമുക്ക് തലകയൊക്കെ മതിയായിരിക്കും, അതെടുക്കാം. ഏകദേശം 10 പറഞ്ഞിട്ട് ഒരു 12 എടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇതൊക്കെ മതി. എന്തായാലും നമുക്ക് പോർട്ടൽ ഉണ്ടാക്കാം. ഇനി നമ്മളതിൽ ആദ്യമുള്ള ഗോൾഡൻ ആർമറൊക്കെ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ പോയി അമ്മമാർ എന്നെ വെറുതെ തല്ലിക്കൊല്ലും, കാരണം എൻ്റെ ഒരു തേങ്ങ ഇപ്പോൾ ഇല്ല. സോ നമ്മൾ ഐശ്വര്യമായിട്ട് കത്തിച്ചിട്ട് നമ്മളിങ്ങനെ നെതറിലോട്ട് പോവാണ്. ആർമറൊക്കെ എടുത്തിട്ടെ. നമ്മൾ എക്സ്ട്രാ ഒന്നും യൂസ് ചെയ്തില്ല. നമ്മൾ അടിയിലോട്ട് ഇത്തിരി യൂസ് ചെയ്യാൻ തിരിച്ച് നിന്നാ, പക്ഷെ നമുക്ക് അപ്പം തന്നെ കിട്ടി. ഇനി ഒന്ന് മാത്രം പോരല്ലോ, നമുക്ക് അത്യാവശ്യം തോനെ വേണമല്ലോ. സോ എന്തായാലും നമുക്ക് ഒക്കെ മെയിൻ ചെയ്തെടുക്കണം. സോ അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ മെയിൻ ചെയ്യാം. ഇപ്പം ആകെ 16 കിട്ടിയിട്ടുള്ളൂ. നമുക്കിത് പോരാ, പക്ഷെ നമ്മളിത് മിസ്സാവണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ടീമിൻ്റെ ഈ ചെസ്റ്റിൽ വെക്കണുണ്ട്. അങ്ങനെ കുറേ നേരം കുഴിച്ച് നമുക്ക് 46 കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് മാത്രം മതി, നമ്മൾ ടീംമേറ്റ്സിനൊന്നും വേണ്ട. കാരണം എക്സാം ആയതുകൊണ്ട് അവരിപ്പോൾ കയറാറില്ല. പിന്നെ അവരിലൊക്കെ ഓൾറെഡി ആർമർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ആർമർ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഡയമണ്ട് വെച്ച്. സോ നമുക്ക് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട ടൂൾസും സെറ്റാക്കാം. നമുക്കൊരു പിക്കാക്സ് പുതിയത് ഉണ്ടാക്കാം. ഇത് നമ്മൾ കുറേ യൂസ് ചെയ്തല്ലേ. സോ നമ്മുടെ ആർമർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ടൂൾസും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മളുള്ള ഇതൊക്കെ സ്മെൽറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഗോൾഡ് വേണം. നമ്മൾ ഗോൾഡ് റിപ്ലാണ് നോക്കിയത്. സോ നമുക്ക് ഗോൾഡോടെ ഒന്ന് പോയി മൈൻ ചെയ്തിട്ട് വരാം. അങ്ങനെ ആവശ്യമുള്ള ഗോൾഡും ആയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ബാക്കിയൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള വെച്ചിട്ട് നമുക്ക് എന്തായാലും ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റിന് 3 ആയിട്ടുണ്ട്. എന്തായാലും ഇനിയും ആവുന്നുണ്ട്. സോ നമുക്ക് ബാക്കി കൂടെ ആക്കിയിട്ട് സെറ്റാക്കാം. നമ്മളിപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, നമ്മളടുത്ത് മറ്റേ ട്രിമ്മില്ല, നെതറേറ്റ് ആകെയുള്ളത്. സോ നമ്മൾ ഇതിലുള്ളൊരു ബ്രോനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ തരാം, പകരമായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഉള്ള നെതറേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. 2 നെതറേറ്റ് ഒരു ട്രിമ്മ് വല്ലാത്ത അവസ്ഥയാണ്. ബട്ട് നമുക്കിപ്പോൾ കണ്ടെത്താൻ പറ്റത്തില്ല. സോ നമുക്കിങ്ങനെ ട്രേഡ് ചെയ്യേണ്ടതാണ് നല്ലതെന്ന് തോന്നണം. എക്സ്ട്രാ 4 ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞത്. സോ എന്തായാലും നമുക്ക് കൊടുത്തിട്ട് വാങ്ങാം. അങ്ങനെ തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. ബട്ട് ഗൈസ് കാണാനില്ല. കോപ്പി എടുക്കാണ്ട് നമ്മുടെ ടീമേറ്റ് ആയിരിക്കും ചിലവാക്കിയെന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ട്രേഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. സോ എന്തായാലും നമുക്ക് തിരിച്ചു പോയിട്ട് സെറ്റാക്കാം. നമ്മളിൽ ബാക്കിയുള്ള ഡയമണ്ട് വെച്ചിട്ട് നമ്മളത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 8 ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ 7 വേണ്ടേ. ഒന്ന് നമുക്ക് അവിടെ വെക്കാം, എപ്പോഴെങ്കിലും ആവശ്യം വരും. സോ നമുക്ക് എന്തായാലും പെട്ടെന്ന് നമ്മുടെ ആർമറൊക്കെ കാര്യങ്ങളൊക്കെ നെതറേറ്റ് ആക്കാം. നെതറേറ്റ് നമ്മൾ കുറേ വട്ടം ഇപ്പോൾ നെതറേറ്റ് ആയിട്ട് പിന്നെ ആവുന്നത്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് പക്ഷേ ഇങ്ങനെ എനിക്കിഷ്ടമല്ല. എനിക്ക് ഒരു ട്രിം എന്തെങ്കിലും വേണം. പിന്നെ എൻജോയ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. എൻജോയ്മെൻറ്റ് നമുക്ക് സെറ്റാക്കാം. ആദ്യം നമുക്ക് ട്രിം ഇതേപോലെ എന്തെങ്കിലും എക്സ്ചേഞ്ചിന് വേറെ ഏതെങ്കിലും ട്രിം ഉണ്ടോ ചോദിച്ചു നോക്കാം. ഇപ്രാവശ്യം നമ്മൾ ഒരു നെതറേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്തത്. സോ നമുക്കൊരു ട്രിം വന്നു. ഇത് ഞാനിപ്പോഴാണ് കാണുന്നത്. കിടലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആക്കാതെ പോലെ എനിക്ക് അറിഞ്ഞൂടാ.
എൻ്റെ ഫേവറേറ്റ് ട്രിമ്മ് ഇതല്ല, എനിക്ക് വേറെ സാധനമുണ്ട് ഫേവറേറ്റ്. ഇത് കുറച്ച് കഷ്ടപ്പാടായതുകൊണ്ട് നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു. എൻ്റെ ബ്രോ വേറെ ട്രിമ്മ് കൊണ്ട് തന്നിട്ടുണ്ട്. ഈ സാധനം ഉണ്ടോ, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇതാണ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. സോ ഇതന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഓരോ ട്രിമ്മ് സെറ്റാക്കുവാണ്. സോ ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ട്രിമ്മ്. ബട്ട് നമുക്ക് റെയർ ആയിട്ടുള്ള ഏതെങ്കിലും ട്രിമ്മ് കിട്ടുവാണെങ്കിൽ അതിലോട്ട് മാറണം. ആദ്യം അതൊക്കെ സെറ്റാക്കണം, ടൈമുണ്ട്. ഈ ഫൈനലി നമ്മൾ ആർമറിലോട്ട് ബാക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആർമർ ഇടുന്നുണ്ട്. കണ്ടോ ഈ സാധനമാണ് എനിക്ക് ഫേവറേറ്റ്. കാരണം കാണുമ്പോൾ തന്നെ കുറച്ച് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നാനാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് അത് മതി. പിന്നെ ഞാൻ ഏകദേശം 1.5 മണിക്കൂറിൻ്റെ വീഡിയോ ആണെങ്കിൽ കട്ട് ചെയ്ത് ഏകദേശം 6 മിനിറ്റിനടുത്തെങ്കിലും ആക്കി. നമ്മൾ ടെസ്റ്റ് ചെയ്ത പോലെ ഇപ്പം നിങ്ങളുടെ സ്ഥലം ഉണ്ടല്ലോ, ഇത് നമ്മൾ എന്തായാലും മാറും. നമ്മളിപ്പോൾ തൽക്കാലത്തിന് മാത്രമായിട്ട് ഉണ്ടാക്കിയാണ്. ഇപ്പോൾ ഉണ്ടാക്കിയല്ല, നമ്മൾ ആദ്യം ഉള്ളതായിരുന്നു. പണ്ട് ഇപ്പോൾ തൽക്കാലത്തിന് മാത്രം യൂസ് ചെയ്യുവാണ്. കാരണം ആറമറ സെറ്റാൻ വേണ്ടി. ഇനി നമുക്ക് കുറച്ചുകൂടി ദൂരത്ത് പോയിട്ട് ബേസിന് നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റാക്കും. പക്ഷേ നാളെയോ ഇന്നോ നമ്മളൊരു കിടിലം പോലത്തെ ഒരു വീഡിയോ ഇറക്കണമുണ്ട്. എന്തെങ്കിലും കിടലായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇന്നെന്തായാലും ഇത്രേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡായിട്ടൊന്നും ചെയ്യണമല്ലോ. സോ നമ്മൾ ഫസ്റ്റ് ആറ് തന്നെ സെറ്റാക്കാൻ വെച്ചു. നമ്മൾ ബേസിക് കണക്ക് കിടിലം പോലെ ആക്കും. പോയതൊക്കെ പോട്ടെ, പാസ്റ്റ് ഇസ് പാസ്റ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ എല്ലാവർക്കും ടാറ്റ ഗൈസ്, ബൈ.